ഹേ ഓൾ, എല്ലാവർക്കും ആദ്യം തന്നെ ബിഗ് താങ്ക്സ് ഉണ്ട്. കാരണം കഴിഞ്ഞ് ഞാനിട്ട എല്ലാ വീഡിയോസിനും നല്ല റെസ്പോൺസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല നല്ല കമൻസ് ഉണ്ടായിരുന്നു. കുറേ പേര് ഡൗട്ട് ചോദിച്ചിട്ടുള്ള കമൻസ് ഉണ്ടായിരുന്നു. മാക്സിമം ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഞാനിട്ട വീഡിയോ എല്ലാം ഹോം റിലേറ്റഡ് വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറേ പേര് ഡൗട്ട് ചോദിച്ചിട്ട് വീട് ഉണ്ടാക്കുന്നവരൊക്കെ കുറേ ഡൗട്ട് ചോദിച്ചിട്ട് കോമൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിനെല്ലാം മാക്സിമം റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് വീടിനെ സംബന്ധിച്ചോ നിങ്ങൾ വീട് ഉണ്ടാക്കുന്നവരെ കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ DM ചെയ്താൽ മതി. കൂടുതൽ ആൾക്കാരും വീടിനെ കുറിച്ചിട്ടുള്ള ഡൗട്ടായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ വീടുണ്ടാക്കാൻ പ്ലാൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീടുണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം കേട്ടോ. നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങളുടെ വീട് എങ്ങനെ ഇരിക്കണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലൊരു പ്ലാന് കണ്ടെത്തണം. നിങ്ങൾക്ക് ഏത് മോഡലാണ് വേണ്ടതെന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. നിങ്ങളുടെ കിച്ചൺ എങ്ങനെ വേണം, നിങ്ങളുടെ ബെഡ്റൂം എങ്ങനെ വേണം, നിങ്ങളുടെ വീട് ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലൊരു പ്ലാൻ കണ്ടെത്തുക. എന്നിട്ട് ഇപ്പോൾ യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് പിൻട്രസ്റ്റ് ഉണ്ടല്ലോ, പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്. ഈ ആപ്പിൽ ചെന്നാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ മോഡലുകൾ കിട്ടും. നിങ്ങൾ ഏത് മോഡൽ സെർച്ച് ചെയ്താലും അതിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഫോട്ടോസും വീഡിയോസും കളക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഇൻറ്റീരിയർ ചെയ്യുന്ന ആളുകളുണ്ടാവുമല്ലോ, നിങ്ങളെ വീട് ഡിസൈൻ ചെയ്യുന്ന അവരോട് പറയുക നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് ഇതൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞിട്ട് വേണം നിങ്ങൾ വീട് ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ അവരൊരു ഡിസൈൻ തരും, നമ്മൾ പ്ലാൻ ചെയ്ത് വേറെ ആയിരിക്കും. അപ്പോൾ മൊത്തത്തിൽ പാളിപ്പോവും. ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അയ്യോ ഇങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ മൊത്തം പാളിപ്പോവും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള പ്ലാന് അവരോട് പറഞ്ഞിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ വീടുണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എവിടെയെന്നറിയോ? വീടിൻ്റെ കളർ കോമ്പിനേഷൻ. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ കളേഴ്സ് സെലക്ട് ചെയ്യുന്നിടത്ത് പാളി പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ വീടിൻ്റെ പിക്ചർ തന്നെ മാറിപ്പോവും. ഞാൻ വീടിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ കുക്കിങ്ങും അതിന് ഇടയിൽ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ കൂന്തൽ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. കൂന്തൽ ഫ്രൈ ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ. എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ കൂന്തൽ ആദ്യം നന്നായി കഴുകി വാഷ് ചെയ്തിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഓയിൽ, ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക ഒരു 1/2 hour. എന്നിട്ട് നമ്മൾ ഒരു പോട്ട് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കി വെളുത്തുള്ളി, ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടെ എല്ലാം കൂടെ നന്നായിട്ട് പേസ്റ്റാക്കി ഈ എണ്ണയിൽ നന്നായിട്ട് വഴറ്റുക. ഇതൊന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ച കൂന്തലുണ്ടല്ലോ അതുകൂടെ കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്തിട്ട് ഞാൻ ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മൂടി വെച്ചിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട. നമ്മൾ മൂടി വെക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. ആ വെള്ളത്തിൽ കിടന്ന് ഈ കൂന്തൽ വേവണം. അത് വെന്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ച് ഡ്രൈ ആക്കിയിട്ട് എടുക്കുക. ഇങ്ങനെ നല്ലോണം കുറച്ച് എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോസിലൊന്നും നിങ്ങൾ കുക്കിംഗ് കാണാറില്ലല്ലോ. കാരണം ഞാൻ നാട്ടിൽ വന്നാൽ ഇത് തന്നെയാണ്, അധികം കുക്കിംഗ് ഒന്നും ഇല്ല വീട്ടിൽ. നമ്മളെപ്പോഴും പുറത്തായിരിക്കും. പിന്നെ കല്യാണങ്ങളുണ്ടാവും, സൽക്കാരങ്ങളുണ്ടാകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പരിപാടികൾ ഉണ്ടാകും, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ അധികം കുക്കിംഗ് ഉണ്ടാവാറില്ല. ഭയങ്കര മടിയാണ് വീട്ടിൽ നിന്ന് കുക്ക് ചെയ്യാൻ. നമ്മളെപ്പോഴും പുറത്തും ഇതും പോകുന്നതുകൊണ്ട് നമുക്ക് വീട്ടിൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ കുവൈത്തിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. കുവൈത്തിൽ നിന്ന് ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ നമ്മുടെ ഡ്രൈ ഗ്രാസ് ഉണ്ടല്ലോ അതാണ്. ഞാൻ കുറേ കാലമായിട്ട് സെർച്ച് ചെയ്യുന്ന സംഭവമാണ്. ഇത് വാങ്ങണം എന്ന് വിചാരിക്കുന്നു, പിന്നെ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. ലാസ്റ്റ് ഞാൻ ഹോം സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. ഇത് ഗ്രാസ് ഒന്നുമല്ല, ഇതെന്തോ സംതിങ് ആണ്. പക്ഷേ ഒറിജിനലാണ് കേട്ടോ, ഡ്രൈ ആയിട്ടുള്ള ഒറിജിനൽ സാധനമാണ്. അങ്ങനെ ഇത് ഞാൻ കൊണ്ടുവന്നപ്പോൾ തന്നെ ഇങ്ങനെ കണ്ടോ, അതിന്മേൽ ഇങ്ങനെ പൊടിഞ്ഞ് വീഴുന്നുണ്ട്. അപ്പോൾ ഞാൻ അന്ന് ഫസ്റ്റ് പെട്ടിയിൽ നിന്ന് എടുത്തപ്പോൾ മാറ്റി വെച്ചതായിരുന്നു. പിന്നെ ഞാൻ മറന്നുപോയി. ഇപ്പോഴാണ് ഇപ്പോൾ ലാസ്റ്റ് വെക്കേഷനൊക്കെ കഴിഞ്ഞ് പോവാറായപ്പോഴാണ് ഇത് വെക്കുന്നത് കേട്ടോ. പക്ഷേ എന്തായാലും കൊണ്ടുവന്നല്ലേ വെച്ചിട്ട് വെച്ച് നോക്കിയതാണ്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഈ മുകളിലേക്ക് ഇങ്ങനെ നിൽക്കുന്ന സാധനങ്ങളൊക്കെ താഴേക്ക് ഇങ്ങനെ വാടിയ പോലെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ആ ഒരു ഭംഗി പോയി. ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ അതുണ്ട്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ടോ ഈ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായത്.
അങ്ങനെ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ്. പുറത്തിറങ്ങിയതെന്നല്ല, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാന്നുള്ള രീതിയിൽ അങ്ങനെ പുറത്തിറങ്ങിയതാണ്. പക്ഷേ എവിടെയെന്നുള്ള പ്ലാനിങ് ഒന്നും ഇല്ലാതെ പോയി ലാസ്റ്റ് ഞങ്ങളിവിടെ കക്കാടംപുഴയിലാണ് എത്തിയത്. അവിടെ കോഴിക്കോട് കക്കാടംപുഴയില്ല, അവിടെയാണ് കേട്ടോ. ജസ്റ്റ് ഞങ്ങളിങ്ങനെ എവിടെ സ്റ്റേ ചെയ്തൊന്നുമില്ല. അവിടെ ഇഷ്ടം പോലെ റിസോർട്ടുകളുണ്ട്, അവിടെ സ്വിമ്മിംഗ് പൂള്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ ഈ നാച്ചുറൽ ഇതും നല്ല ഒരു നല്ല ക്ലൈമറ്റ് ആയിരുന്നു. മഴയില്ലായിരുന്നു, പക്ഷേ മഴ ഇങ്ങനെ പെയ്യാനായ ആ ഒരു രീതിയിലായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ കണ്ട് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. അങ്ങനെ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പോയി. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. ചില സ്ഥലങ്ങളിലൊക്കെ നല്ല ഫോഗ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല ചെവിയൊക്കെ അങ്ങനെ അടഞ്ഞ് നിൽക്കണ പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല നാച്ചുറൽ ആയിട്ടുള്ളതൊക്കെ കണ്ട് നമ്മൾ നാട്ടിൽ പ്രവാസികൾക്ക് ഇത് ഭയങ്കര ഒരു ഇതായിരിക്കും. നാട്ടിലുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മഴ തുള്ളിടാനൊക്കെ തുടങ്ങി. പക്ഷെ മഴ പെയ്തൊന്നുമില്ല കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ള കുറേ പാർക്കുകൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. കക്കാടംപൊയിൽ മെയിനായിട്ട് നമുക്ക് റിസോർട്ടാട്ടോ. ഇഷ്ടം പോലെ റിസോർട്ടുകളുണ്ട് ഇവിടെ. റിസോർട്ടിൽ പിന്നെ അതുപോലെ സ്വിമ്മിംഗ് പൂള്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് എന്തൊക്കെയുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ മോർണിംഗ് വൈബാട്ടോ, ഫോഗി മോർണിംഗ് വൈബ് ഉണ്ട്. അതും ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും റിസോർട്ടിൽ താമസിച്ച് ഇതാക്കാനുള്ള ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റിസോർട്ട് എടുത്തില്ല. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ പാർക്കുകളുണ്ട് കേട്ടോ. കുറേ നല്ല നല്ല പാർക്കുകളുണ്ട്. പിന്നെ വാട്ടർഫാൾസ് ഉണ്ട്. നമ്മൾ പോകുന്ന വഴി ചെറിയ വാട്ടർഫാൾസ് ഒക്കെ കാണാം. അവിടെയൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് കണ്ടു. നമുക്ക് മെയിനായിട്ട് ഈ ഒരു നാച്ചുറൽ കാറ്റും നാച്ചുറൽ ഇതൊക്കെ കാണാനാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് എല്ലായിടത്തും ഇങ്ങനെ ഇറങ്ങി ലാസ്റ്റ് തിരിച്ചു പോന്നു. ഇവിടെ മെയിനായിട്ട് നമുക്ക് കക്കാടംപുഴയ്ക്കുള്ള ഈ റോഡ് അടിപൊളി റോഡാണ്. നല്ല ഒന്നും പറയാനില്ല, നല്ല അടിപൊളി റോഡ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നു. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കോഴിക്കോട് പോകുന്ന വഴി ഒരു ഹോട്ടലിൽ, തക്കാരം എന്നുള്ള ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ബായ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബായ്.